ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മിനി ഫ്രോക്കിൻ്റെ കുറച്ചൊരു വെറൈറ്റി മോഡൽസാണ് കേട്ടോ. ഇന്ന് മുമ്പൊരു മിനി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള കേട്ടോ ഇന്നത്തെ ഫ്രോക്ക്. താഴെ ഒരു നല്ല ഹെവി ആയിട്ട് ഫ്രില്ലും എടുത്തിട്ടുണ്ട്, അതുപോലെ ഗോൾഡൻ ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ ഹെവി ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 ഇയർ ബേബീൻ്റെ 17 സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാഫ് ലെങ്ത് തന്നെ 17 സൈസ്. അപ്പോൾ ഇതിൽ നമുക്ക് മെറ്റീരിയൽ 7 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. 1 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ലൈനിങ് വന്നിട്ടുണ്ട്. പ്ലെയിൻ നെറ്റാണ് കേട്ടോ 7 മീറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് മെഷർമെൻറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 5 മീറ്ററിൻ്റെ 15 ഇഞ്ച് ലെങ്ത്ത് വരുന്ന പീസാണ് കേട്ടോ. ഇതാണ് നമ്മളെ സ്കേർട്ടിൻ്റെ ഫസ്റ്റ് ലെയർ വരുന്നത്. അപ്പോൾ ഇത് 5 മീറ്ററാണ് ഒന്നിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ 15 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 14 ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ വരുന്നത്, ബാക്കി 3 ഇഞ്ച് നമ്മളെ സ്റ്റാപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പീസ് 15 ഇഞ്ചിലും സെക്കൻഡ് പീസ് ലെയർ ഇടാനുള്ളതാണ് കേട്ടോ. ഇത് ലൈനിങ് കഴിഞ്ഞിട്ടുള്ള ലെയറിനുള്ള പീസാണിത്. അപ്പോൾ ഇത് 14ലുമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് 3 മീറ്ററിലാണ് ഉള്ളിൽ കൊടുക്കാനുള്ള നെറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലൈനിങ്, ക്രേപ്പ് ലൈനിങ് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നത് മുമ്പ് എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. വീതിനെയാണ് നമ്മൾ നീളാക്കി എടുക്കുന്നത്. അപ്പം 14 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 പീസ് 14 ഇഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ലൈനിങ് കണക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ബെൽറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പീസാണ്. 19 ഇഞ്ചിൽ 2 പീസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ 3 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. ഈ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ ഒരു പീസിന് വേണ്ടിയിട്ട്. അതാ കറക്റ്റ് ആ ഒരു സൈസ് കാണിച്ചത്. പിന്നെ ഇതാ താഴെ നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ളൊരു പീസാണ് കട്ട് ചെയ്തത്. ഇത് ഒരു പീസേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് 2.5 ഇഞ്ച് വിടുത്തും ലെങ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്ററിലാണ് കേട്ടോ. അപ്പോൾ ഇത് 3 മീറ്ററിൽ 12 പീസിൽ നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. 2 സ്റ്റെപ്പായിട്ടാണ് ഫ്രില്ലിട്ട് എടുത്തത്. അപ്പോൾ ഓരോ പീസും 6 പീസ് ഈച്ച് വെച്ചിട്ട് അങ്ങനെ ഫ്രില്ലിട്ട് എടുത്തതാണ്. അങ്ങനെ 2 ഫ്രില്ല്. അപ്പോൾ ഇത് സ്ലീവിനുള്ള പീസാണ്. സ്ലീവ് നമ്മൾ വിടുത്ത് വരുന്നത് 3 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 34 ഇഞ്ചിലുമാണ് കേട്ടോ ഓരോ പീസും. അങ്ങനെ 3 ഈച്ച് പീസ് വെച്ചിട്ടാണ് ഒരു സ്ലീവ് നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു 6 പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടൊരു സ്ലീവിനൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴോട്ട് അധികമല്ല, ഒരു 1/2 ഇഞ്ചോളം നമ്മളൊന്ന് കർവ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് 3 പീസും ഒരു സ്ലീവ് 3 പീസും അങ്ങനെ 6 പീസിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെങ്ത്ത് 37 ഇഞ്ചാണ് ഓരോ പീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രോക്കിന് സ്റ്റാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മിനി ഫ്രോക്കിന്. അപ്പോൾ ഇത് 7 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വിടുത്തും വരുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ സാറ്റിനിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ഗ്ലേസിങ്ങുള്ള നല്ലൊരു സാറ്റിനിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലെയർ കൊടുക്കാനുള്ള പ്ലെയിൻ നെറ്റാണ്. നെറ്റിന് നമ്മൾ ഒരു 3/4 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൈനിങ് ആണ്, ക്രേപ്പ് ലൈനിങ്. അപ്പോൾ ഇത് 2 പീസാണ്. അപ്പോൾ ഇതിൻ്റെ 2 പീസിനെ നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മെയിൻ പീസ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഫ്രില്ലിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ല? ഇതുപോലെ നല്ല തിക്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടും ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 3/4 ഇഞ്ചിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രില്ലെടുക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് നമ്മൾക്ക് സ്കേർട്ട് പോർഷൻ കുറച്ച് പൊങ്ങിക്കിടക്കണ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 3/4 ഇഞ്ചോളം കയറ്റിയിട്ടുണ്ട്, നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി താഴെ കൊടുക്കുന്ന ആ ഒരു ഫ്രില്ലുണ്ടല്ലോ, അതെങ്ങനെയാണ് ഫ്രില്ലിട്ട് എടുക്കുന്നത് കാണിക്കണം. ആ ഒരു ഫ്രില്ലിട്ട് എടുത്തിട്ട് 2 സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ തന്നെ ഒരു ഫ്രില്ലും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രില്ലെടുക്കുന്നത്. സിൻഡർല ഫ്രോക്കിലൊക്കെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ 2 ഫ്രില്ലിട്ടതിന് ശേഷം ഒരു പിച്ച് വെച്ചിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഇതാവുമ്പം എന്താ പറയുക, നല്ല തിക്കിൽ ഫ്രില്ലിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 2 സ്റ്റെപ്പ് നമ്മൾ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിത് നമ്മൾ മെയിൻ പാർട്ടിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രില്ലിട്ടെടുത്ത നമ്മളെ ഫസ്റ്റ് പീസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ എൻഡിങ്ങിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഈ ഒരു ഫ്രില്ലും എൻഡിങ്ങിനൊപ്പം തന്നെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് അതിൻ്റെ താഴെ നമ്മൾ ഫ്രില്ല് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നത്.
അപ്പോൾ ഇത് പിന്നെ ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രില്ലൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പീസിൽ. ഇനി നമ്മൾ ലൈനിങ്ങിന് തൊട്ട് മുകളിൽ കൊടുക്കുന്ന ലെയർ ഉണ്ടല്ലോ, 2 ലെയറിലാണ് നമ്മൾ ഫ്രില്ല് കൊടുക്കാറ്. അപ്പോൾ ഇത് സെക്കൻഡിൽ കൊടുക്കുന്ന ലൈനിങ്ങിൻ്റെ അതേ ഒരു 3 മീറ്ററിലാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു 3 മീറ്ററിന് നമ്മൾ എത്രയാണോ അതിൻ്റെ ഡബിള് നമ്മൾ ഫ്രില്ലിട്ടെടുക്കണം. അപ്പം ഈ ഒരു നെറ്റ് പീസും അതുപോലെ ലൈനിങ്ങും അതേ അളവ് തന്നെ നമ്മൾ 18 ഇഞ്ചിൽ കറക്റ്റാക്കിയിട്ട് ഫ്രില്ലിട്ടെടുക്കുക. 18 മീൻസ് അതിൻ്റെ 2 ഇരട്ടി കേട്ടോ, 36 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 37 ഇഞ്ച് വരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അളവ്, ഫ്രില്ലിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള അളവ്. അപ്പോൾ നമ്മൾ ലൈനിങ് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ. അതാ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലൊരു ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു പീസ് 3 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, അതാണ് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കണം, കര മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നല്ല വശത്ത് വെച്ചിട്ട് പിന്നെ ആ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉൾവശത്തേക്ക് ചീത്ത വശത്തോട്ട് ആ ഒരു തുമ്പൊക്കെ മറച്ച് വെച്ചിട്ട് നന്നായിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിനി ഫ്രോക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടായ ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം. എല്ലാവരും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, പലരും പല രീതിയിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ എനിക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഫ്രോക്ക്. അപ്പോൾ ഇതാ നമ്മളിനി ആ ഒരു ബെൽറ്റിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ട ആ ഒരു സ്റ്റിച്ചിങ്ങിൽ കൂടെ തന്നെ, സ്റ്റിച്ചിൻ്റെ ആ ഒരു ലൈനിൽ കൂടി തന്നെ നമുക്ക് ഈ ഒരു എൻഡിങ് കൂടെ ചെയ്ത് കൊടുക്കാണ്ട് ആ ഒരു ബെൽറ്റിൻ്റെ കറക്റ്റ് എൻഡിങ് കൂടെ തന്നെ വെച്ചിട്ട് പതിച്ചടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ നമ്മളെ ഫ്രോക്കും കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല ശ്രദ്ധയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പൊന്നും കാണാം, ഒരു പോയിൻ്റ് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് തയ്ച്ചതിന് ശേഷം പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ അങ്ങനെ ചെറിയൊരു രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആ ഒരു ഫ്രില്ല് കുറച്ചങ്ങോട്ട് എക്സ്ട്രാ കിടക്കണം, അതാണ് അതിൻ്റെ ഭംഗി കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രില്ലിനൊന്നും ഒരു കോട്ടൊന്നും പറ്റാത്ത രീതിയിൽ നല്ലോണം ശ്രദ്ധിച്ചതിന് ശേഷം തന്നെ ഒരു 3/4 ഇഞ്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നത് കേട്ടോ. അതാ ആ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ എലാസ്റ്റിക് കോർക്കുന്നത്. എലാസ്റ്റിക് 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് 18 ഇഞ്ചിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു പീസാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കൂടെ കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു പിൻ വെച്ചിട്ട് കോർത്തെടുക്കാൻ കേട്ടോ. അതായത് ഈ ഒരു നെറ്റിൻ്റെ അല്ല, നമ്മൾ ആ ഒരു ബെൽറ്റ് കൊടുത്തിരിക്കണ ആ ഒരു പീസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ കോർത്തെടുക്കണം കേട്ടോ. അതൊക്കെ കറക്റ്റായിരുന്നാൽ തന്നെ നമ്മൾ ഈ ഒരു മിനി ഫ്രോക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ 2 എൻഡിങ്ങിലും നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എലാസ്റ്റിക്കിനെ. അപ്പോൾ ആ ഒരു എലാസ്റ്റിക് അവിടെ സേഫ്റ്റിയായി. ഇനി നമ്മൾ അതിലൊരു ബെൽറ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഭാഗം കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ ആ ലൈനിങ്ങിൻ്റെ അടിയൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ. മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലൈനിങ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള നെറ്റ് പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് മെയിൻ പീസ് ഉണ്ട് മാറ്റി നിർത്തിയിട്ട് ആ ഒരു പീസും ലൈനിങ്ങും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക 2 വശത്തും. അപ്പം നമ്മൾ ആ 2 ഭാഗം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മെയിൻ പീസും കൂടെ യോജിപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു യോജിപ്പിച്ചെടുത്ത ആ ഒരു 2 പീസും തമ്മിൽ മെയിൻ പീസിനെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ആ എലാസ്റ്റിക്കും കൂടെ കൂട്ടിയിട്ട് മുകളിൽ നിന്ന് തന്നെ നമ്മൾ ഒന്നിച്ച് ഈ ലൈനിങ് പാർട്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ആ ഒരു 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇനി നമ്മൾ ആ ഒരു മെയിൻ പീസ് ഉണ്ടല്ലോ, ആ ഒരു മെയിൻ പീസ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിട്ട
ഇട്ട് കഴിഞ്ഞ ആ ഒരു എൻഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഒരു സ്റ്റിച്ചിങ് കൂട്ടി യോജിപ്പിക്കാനുള്ള, അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ. നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതങ്ങനെ പിടിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ മെയിൻ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലൊരു സ്റ്റാപ്പ് അറ്റാച്ച് ചെയ്യാനുണ്ട്. ആ ഒരു പണിയും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രോക്കിൻ്റെ പണി ഫുള്ളായിട്ട് തീർന്നിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ചെസ്റ്റ് പോർഷൻ ഒന്ന് അളവെടുത്തിട്ട് 9 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 18 അല്ല, അപ്പോൾ ഒരു ഭാഗം 9 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ലീവ് നമ്മൾ സ്ലീവ് 3 പീസ് വെച്ചിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് വരുന്നു കേട്ടോ ഫ്രില്ലിട്ട് എടുത്തിട്ട്. അപ്പോൾ സ്റ്റാപ്പ് 7 ഇഞ്ചാണ്, 2 ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയാൽ ബാക്കി 6 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു സാറ്റിൻ പീസ് ഒന്ന് സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ഒന്ന് നമ്മൾ അയൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ട ഭാഗം അതിൻ്റെ അരികുവശം 2 വശം കൂടെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ട് ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യണ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടും കൂടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കവർ ചെയ്യണ മുന്നേ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരണം അതിൻ്റെ ആ ഒരു പീസ് അതിൽ ജോയിൻ ചെയ്തിരിക്കണേ എങ്ങനെയെന്ന്. അപ്പോൾ അതിൻ്റെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു തയ്യൽ തുമ്പിനെ ഒന്ന് കവർ ചെയ്തിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ സെൻറ്റർ പോർഷനിൽ ആ ഒരു അയൺ ചെയ്ത ഭാഗം നല്ല വൃത്തിക്ക് കിടക്കും ചെയ്യട്ടെ. പിന്നെ നമ്മൾ അയൺ ചെയ്ത ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു 9 ഇഞ്ച് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം, ഒരു സൈഡിലേക്കാണ് എപ്പോഴും തയ്യൽ തുമ്പ് കൊടുക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ ആ ഒരു 9 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ട് അതിൽ 4.5 ഇഞ്ചിനെ അടയാളപ്പെടുത്തി കൊടുത്ത് സെൻറ്റർ എത്രയാണോ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് കറക്റ്റ് ഒരു മാർക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു മാർക്കിങ്ങിൽ തന്നെ 2 വശത്തോട്ടും 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് സ്റ്റാപ്പ് വെക്കാനുള്ള ഒരു അളവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു 2 ഇഞ്ച് നല്ല കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല എന്താ പറയുക, തെറ്റാതെ ചെയ്താൽ തന്നെ ഈ ഒരു ഫ്രോക്ക് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് 1 ഇയർ ബേബിക്ക് 2 ഇഞ്ചൊക്കെ മതി. അപ്പോൾ ഒരു 6 മന്ത് ബേബിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ നെക്കിന് വൈഡ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്ലീവ് പോർഷൻ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഫ്രില്ല് പുറം ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. പുറം വശം എന്ന് പറഞ്ഞാൽ 2 ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും, നെക്ക് വശത്തേക്കല്ല ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക്, അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു സ്ലീവ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം, കെട്ടിട്ട് കൊടുക്കണം. അതുപോലെ ഇതും ഉൾവശത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ആ ഒരു എൻഡിങ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് കേട്ടോ. എലാസ്റ്റിക് തുടങ്ങണ കുറച്ച് പുറത്ത് നമ്മൾ ആ ഒരു ഫ്രില്ല് കൊടുത്തിക്കണം ആ ഒരു സ്റ്റിച്ച് കൂടി തന്നെ ഇതും ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മിനി ഫ്രോക്കല്ലേ, നല്ല കളറുമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാനും. അപ്പോൾ ആ ഫ്രില്ലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ അടുത്ത വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു സിൻഡ്രല്ല ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഡീറ്റെയിൽസും ട്രിക്സും ടിപ്സും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം. അതുവരേക്കും എല്ലാവരോടും ബൈ.